മകം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ ഏപ്രിൽ മാസത്തിൽ പലവിധത്തിലുള്ള മാർഗതടസ്സങ്ങളെയും അതിജീവിക്കുവാനായിട്ട് അഹോരാത്രം പ്രവർത്തിക്കേണ്ടതായ സാഹചര്യങ്ങൾ ഒരുപക്ഷെ മാസത്തിൻ്റെ ആദ്യത്തെ പകുതിയിൽ വേണ്ടിവരുവാനിടയുണ്ട്. എന്നാൽ രണ്ടാമത്തെ പകുതിയിൽ ഏറ്റെടുത്ത കാര്യങ്ങളെല്ലാം തന്നെ പ്രതീക്ഷിച്ചതിലുപരി ഭംഗിയാക്കി തീർക്കുവാനും സാധിക്കും. കീഴ് ജീവനക്കാർക്ക് നിർദ്ദേശങ്ങൾ നൽകി മാർച്ച് മാസത്തിൽ പൂർത്തീകരിക്കേണ്ടതായിട്ടുള്ള നിക്ഷേപ സമാഹരണ യജ്ഞം ഈ മാസത്തിൽ പൂർത്തീകരിക്കാനുള്ള അവസരമുണ്ടാകുന്നത് വഴി കൃതാർത്ഥതയും സമാധാനവും അതിലുപരി മേലധികാരികളിൽ നിന്നും ഉടമസ്ഥരിൽ നിന്നും അനുമോദനങ്ങൾ വന്നു ചേരുവാനും ഇടയുണ്ട്. പൂരം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ ഏപ്രിൽ മാസത്തിൽ വിവിധോദ്ദേശത്തോടുകൂടി അവധിയെടുക്കുവാനും എന്നാൽ മാസത്തിൻ്റെ ആദ്യത്തെ പകുതിയിൽ പല പ്രകാരത്തിലും തടസ്സങ്ങളുണ്ടാവാം. പക്ഷേ എല്ലാം ചെയ്തു തീർക്കാൻ സാധിക്കുമെങ്കിലും മിക്ക ദിവസങ്ങളിലും വളരെ വൈകിട്ട് മാത്രമേ എല്ലാ കാര്യവും പൂർത്തീകരിക്കാൻ സാധിക്കുകയുള്ളൂ. അതിലുപരി ദേഹക്ഷീണം അനുഭവപ്പെടുവാനും വിദഗ്ധമായിട്ടുള്ള പരിശോധനകൾക്ക് വിധേയമാകുവാനും പ്രത്യേകിച്ച് മാരകമായിട്ടുള്ള അസുഖങ്ങളൊന്നുമില്ല എന്നറിഞ്ഞുകൊണ്ട് ആശ്വാസകരമായിട്ട്, അതായത് ജീവിതശൈലി രോഗങ്ങളെ കൊണ്ടാണ് അസ്വാസ്ഥ്യങ്ങൾ വന്നു ചേരുന്നത് എന്ന് മനസ്സിലാക്കി പ്രകൃതി ഭക്ഷണ രീതികൾ അനുവർത്തിക്കുവാനും തീരുമാനിക്കും. ഉത്രം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ ഏപ്രിൽ മാസത്തിൽ ജീവിത പങ്കാളിക്ക് പഠിച്ച വിഷയത്തിനോടനുബന്ധമായതും ഇത്രയും കാലത്തെ പ്രവൃത്തി പരിചയത്താൽ ഉയർന്ന തസ്തികയോടുകൂടിയ ഉദ്യോഗം ലഭിക്കുമെങ്കിൽ പോലും പരിശീലനത്തിൻ്റെ ഭാഗമായിട്ട് ദൂരദേശവാസം വേണ്ടി വരുവാനിടയുണ്ട്. 6 മാസം. പിന്നീടും മറ്റ് ദേശങ്ങളിലോ വികസിത രാഷ്ട്രങ്ങളിലോ ഒക്കെ ആയിരിക്കാം ജോലി കിട്ടുവാൻ സാധ്യതയുള്ളത്. ആശ്വാസവും അതേപോലെ തന്നെ ജന്മനാട്ടിൽ നിന്നും വിട്ടു നിൽക്കാൻ സാധിക്കുമോ എന്ന ഒരു ആശങ്കയും ഒരേപോലെ ഉണ്ടാകുവാൻ ഇടയുണ്ട്.